ഞാനിവിടെ 23 UPS ബാച്ചിലായിരുന്നു. ഫസ്റ്റ് ഇയർ പകുതി കൊറോണയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയത്. ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അതുവരെ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ആപ്പിൽ നല്ല ക്ലാസ്സസൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും നല്ല ക്ലാസ്സാണ്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഞാൻ നല്ല പഠിക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും ചുമ്മാ എൻ്റെ ബുദ്ധി വെച്ച് കിട്ടിയാന്നൊന്നും ഒരിക്കലും പറയൂല. ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ തന്നെയാണ്. 624 അതിനുണ്ട് സ്കോറ്. ഇനിയിപ്പോൾ 25 നീറ്റിന് നല്ലോണം പഠിക്കുക, കിട്ടുന്ന ടൈമൊക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക, ഒരിക്കലും വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫിസിക്സൊക്കെ നല്ലോണം ബേസിക്സ് ഉണ്ടാക്കുക. ഒരിക്കലും ചുമ്മാ കുറച്ച് നേരം വെറുതെ ഇരിക്കുക അങ്ങനെ വിചാരിക്കണ്ട. ലൈക്ക് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ടൈം ഇല്ല എന്നാണ്. ഈ 2 കൊല്ലത്തിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ടൈം ഉള്ളതായിട്ട് നിങ്ങൾ കാണണ്ട. എൻജോയ് ഒക്കെ ചെയ്യുക, ബട്ട് സ്റ്റിൽ നല്ലോണം പഠിക്കുക. ഞാൻ ഹോസ്റ്റലിലൊന്നും നിന്നില്ലായിരുന്നു, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു, സ്ഥിരം പോയി വരുമായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹോസ്റ്റലിൽ സ്ഥിരം പോയി വരികയാണെങ്കിൽ ഏകദേശം ഒരു നിങ്ങളെക്കാട്ടി ഒരു 2-2.5 മണിക്കൂർ സ്ഥിരം പോയി വരുമ്പം എന്തായാലും ഞാൻ വീട്ടിലെത്തുമ്പം നല്ല ലേറ്റ് ആകും. ഒരു 7 മണി 7:30 ആവും വീട്ടിലെത്തി ഒന്ന് ഇരിക്കുമ്പം. നിങ്ങളാണെങ്കിൽ ഇവിടെ 5:30-5 മണിക്കൊക്കെ ഇരിക്കും തോന്നുന്നു. അപ്പം എന്നൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ പിന്നെ അത്ര ടയേർഡ് ആയിരിക്കില്ല, നല്ല ടയേർഡ് ആയിരിക്കും, നല്ല ക്ഷീണമായിരിക്കും വീട്ടിൽ പോയി വരികയാണെങ്കിൽ. അപ്പോൾ എനിക്ക് അത്രയും ടൈം ലാഭാണ്. നല്ലോണം പഠിക്കുക. ഒരിക്കലും 600 എബോ അങ്ങനൊന്നും വിചാരിക്കരുത്. എനിക്കൊരു 720 കിട്ടണമെന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക. നല്ല റാങ്കൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹിക്കുക. എയിംസ് തന്നെ കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുക. നല്ലോണം പഠിക്കുക. നിങ്ങൾ ഒരിക്കലും ബോർഡ് എക്സാമിനെ എന്ന് വിചാരിച്ച് പഠിക്കരുത്. നല്ലോണം കൺസെപ്റ്റ്സ് ഉണ്ടാക്കുക. ഒരിക്കലും ബോർഡ് എക്സാം എന്ന് വിചാരിച്ചല്ല പഠിക്കേണ്ടത്. ഞാൻ ഒരിക്കലും ബോർഡ് എക്സാം എന്ന് വിചാരിച്ച് ഇന്നേ വരെ പഠിച്ചിട്ടില്ല. ഓരോ പാഠം കഴിയുമ്പോഴും ആ പാഠത്തെ ക്വസ്റ്റ്യൻസ് അപ്പം തന്നെ സോൾവ് ചെയ്യുക. കുറേ ടോപ്പിക് വൈസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ ടോപ്പിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. 1 വട്ടം 2 വട്ടം ഒന്നുമല്ല, കുറേ വട്ടം സോൾവ് ചെയ്യുക. പല ബുക്കുകൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഒരു ബുക്ക് തന്നെ ഒരുപാട് വട്ടം സോൾവ് ചെയ്യുക. ഒരുപാട് വട്ടം ചെയ്യുക. നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണം എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ, ആദ്യം എവിടുന്ന് ഏത് ടോപ്പിക്കുന്ന എല്ലാം മനസ്സിലാവണം. തിയറി നല്ലോണം തറവാക്കുക. എന്നിട്ട് ഏതെങ്കിലും ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ബുക്ക് എടുത്ത് സോൾവ് ചെയ്യുക. ഒത്തിരി വട്ടം സോൾവ് ചെയ്യുക. കെമിസ്ട്രി ആണെങ്കിലും അങ്ങനെ തന്നെ. ബയോളജിക്ക് വേറൊരു ബുക്ക് ഞാൻ പറയൂല, NCERT തന്നെ വായിക്കുക, ഒത്തിരി വട്ടം വായിക്കുക. പിന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. NCERTൻ്റെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങളല്ല, NCERTൻ്റെ അകത്തുള്ള ചോദ്യങ്ങൾ തന്നെ ഉള്ളത്. ലൈൻ ബൈ ലൈൻ ആയിട്ട് ചോദ്യങ്ങൾ കൊടുക്കുന്ന ബുക്കാണ്. ആ ലൈൻ ബൈ ലൈൻ ചെയ്യുക. എന്നിട്ട് പിന്നെ ലെവൽ കൂട്ടുക. പിന്നെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യുക. കുറച്ച് പഴയ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ, കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് കാണണം, കുറച്ചുകൂടി നല്ല കൺസെപ്റ്റ് ഉണ്ടാവണം. ചുമ്മാ എന്തെങ്കിലും പഠിച്ച് പോകുക എന്നുള്ളതിലല്ല, കുറച്ചുകൂടി നല്ല രീതിയിൽ തറവാക്കണം എന്നുണ്ടെങ്കിൽ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. ഇവിടെ മെൻറ്റേഴ്സ് ആണെങ്കിലും AF ആണെങ്കിലും നല്ല സപ്പോർട്ട് ആയിരിക്കണം. ഒരിക്കലും ഞാൻ ഡേ സ്കോളറാ പറഞ്ഞത് ഹോസ്റ്റലിന് ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഹോസ്റ്റൽ അടിപൊളിയാണ്. എനിക്കറിയില്ല, ഞാൻ വന്ന് നോക്കിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയും, അപ്പോൾ മിനിമം ഒരു 4-3 മണിക്കൂറൊക്കെ എന്തായാലും ഞങ്ങളെക്കാട്ടും ലാഭം കിട്ടും. നല്ലോണം പഠിക്കുക, നല്ലോണം യൂട്ടിലൈസ് ചെയ്യുക. ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞു 600 എബോ ഒന്നുമല്ല, 720 തന്നെ ആഗ്രഹിക്കുക. നല്ലോണം പഠിക്കുക. എയിംസ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുക. എല്ലാവരും ആഗ്രഹിക്കുന്നിടത്ത് തന്നെ എല്ലായിടത്തും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.